അപ്പോൾ ഇന്നത്തെ സി ഫാമിലിയുടെ വീഡിയോ ഡ്രൈ സ്കിൻ ഉള്ള പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് എൻ്റെതായ ചെറിയൊരു കണ്ടുപിടുത്താണ് കേട്ടോ, പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇടുന്നതാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ ഈ മിൽക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, നമ്മൾ പിള്ളേർ കുടിച്ചു കഴിഞ്ഞിട്ട് ഈ അവസാനം കുറച്ച് മിച്ചം വെക്കുമല്ലോ, അങ്ങനെ മിച്ചം വെച്ച് ഒരു 5-6 മാസത്തെ മിച്ചമാണ് ഇത്. അങ്ങനെ ഉണ്ടാക്കിയ ബ്രസ്റ്റ് മിൽക്കാണ് ഇത്. അതും അതിൻ്റെ കൂടെ നമ്മൾ കോക്കനട്ട് ഓയിലും ഒത്തിരി വേണ്ട, 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ മതി. 1 സ്പൂൺ കോക്കനട്ട്, കുറച്ച് വാസലിൻ ഉണ്ടാവണമെങ്കിൽ ഒന്നുകൂടെ കട്ട പിടിച്ചിരിക്കും. അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു കണ്ടെയ്നറിനകത്ത് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ പിന്നെ എടുക്കാൻ സൗകര്യമായിരുന്നു ഇങ്ങനത്തെ വെക്കാൻ. സെയിന് നല്ല ഡ്രൈ സ്കിന്നുള്ള ആളാണ്, എപ്പോഴും ഫേസ് എല്ലാം നല്ല പെട്ടെന്ന് ഡ്രൈ ആവുന്ന ആള്. അപ്പം ഇത് ഞാൻ ഒരു 4-5 ഡേയ്സ് ഞാൻ സ്ട്രെയിറ്റ് ഇങ്ങനെ ഡ്രൈ സ്കിൻ ഉള്ളിടത്ത് ഇങ്ങനെ പുരട്ടി വെക്കാൻ തുടങ്ങി. ഈവൻ സിക്കാണെങ്കിലും നല്ല ഡ്രൈ സ്കിന്നാണ്, അവനെ ഞാൻ ഇത് പെരട്ടാറുണ്ട്. സോ ഇങ്ങനെ പുരട്ടി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്കത് മാറ്റം കാണും. ഞാൻ 5 ഡേയ്സ് കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നോക്കി ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ ഡ്രൈ സ്കിന്നേ ഇല്ല, നല്ല സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടായിരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ പിള്ളേർക്കും ഇത് പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ ട്രൈ ദിസ്, ഇറ്റ്സ് റിയലി ഗുഡ്. ഒരു ഹോം റെമഡിയാണ്. ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കി, ഇറ്റ്സ് വർക്ക്. അപ്പോൾ ശരി എന്നാൽ.